KMIC നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ധർമ്മജാഗരണ യാത്രയുടെ സമാപന സമ്മേളനത്തിന് സംഘാടക സമിതിയായി. 3 വർഷത്തിനിടെ വിദേശ സന്ദർശനങ്ങൾക്കായി കേന്ദ്രമന്ത്രിമാർ ചിലവഴിച്ചത് 1500 കോടി രൂപ. ഉത്തരാഖണ്ഡിൽ പ്രതിഷേധ മാർച്ചിനിടെ കുതിരയുടെ കാൽ തല്ലിയൊടിച്ച BJP പ്രവർത്തകൻ അറസ്റ്റിൽ. സംസ്ഥാനത്ത് വിറ്റഴിക്കുന്ന വെളിച്ചെണ്ണയിലും പാലിലും മായം, വിവിധ ബ്രാൻഡുകൾ നിരോധിച്ചു. രാജ്യത്ത് വിൽക്കപ്പെടുന്ന പാലിൽ 68% മായം ചേർത്തതെന്ന് കേന്ദ്രം. അസദുദ്ദീൻ ഒവൈസി രാജ്യദ്രോഹി, നാവരിയുന്നവർക്ക് 1 കോടിയെന്ന് BJP നേതാവ്. മനുഷ്യക്കടത്ത് തടയാൻ ഇന്ത്യയും ബഹ്റൈനും കൈകോർക്കുന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ബഹ്റൈൻ സന്ദർശിക്കും. മലയാളത്തിന്റെ സാംസ്കാരിക ജാഗ്രത എന്ന ശീർഷകത്തിൽ ഏപ്രിൽ മാസം നടക്കുന്ന റിസാല ക്യാമ്പയിൻ പ്രഖ്യാപനം നാളെ കുണ്ടൂരിൽ. യുവത്വം നാടിന്റെ കരുത്ത് എന്ന സന്ദേശത്തിൽ SYS സംസ്ഥാന സാരഥികളുടെ ധർമ്മസഞ്ചാരം ഈ മാസം 24-ന് തുടങ്ങും. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ പുതുപ്പള്ളിയിൽ SFI സംസ്ഥാന പ്രസിഡന്റ് ജെയ്ക്ക് സി തോമസ് മത്സരിക്കും. പുതുപ്പള്ളി മണ്ഡലത്തിലെ മണർക്കാട് സ്വദേശിയാണ് ജെയ്ക്ക്. മുമ്പും SFI നേതാക്കൾ ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിച്ചിരുന്നു. 2006-ൽ SFI സംസ്ഥാന പ്രസിഡന്റായിരുന്ന സിന്ധു ജോയിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ എതിരാളി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സുജ സൂസൻ ജോർജായിരുന്നു പുതുപ്പള്ളിയിലെ CPM സ്ഥാനാർത്ഥി. ഏറ്റുമാനൂരിൽ സിറ്റിംഗ് MLA സുരേഷ് കുറുപ്പ് തന്നെയാകും ജനവിധി തേടുക. കോട്ടയത്ത് CPM ജില്ലാ കമ്മിറ്റി അംഗം റജി സെക്കറിയ മത്സരിക്കും. നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരെ റജി സെക്കറിയയുടെ പേരാണ് പുറത്തുകേട്ടിരുന്നത്. റജി നിലവിലെ കോട്ടയം MLAയും മന്ത്രിയുമായ തിരുവഞ്ചൂരിനെയാണ് നേരിടുന്നത്. ബേപ്പൂരിൽ കോഴിക്കോട് കോർപ്പറേഷൻ മേയർ VKC മുഹമ്മദ് കോയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയാവും. സിറ്റിംഗ് MLA ആയ എളമരം കരീമിനെ മത്സരിപ്പിക്കേണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരുന്നു. ഇതേ തുടർന്നാണ് VKC മുഹമ്മദ് കോയയെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 2001-ൽ ബേപ്പൂരിൽ നിന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. ഇടത് കോട്ടയായാണ് ബേപ്പൂർ അറിയപ്പെടുന്നതെങ്കിലും നിലവിൽ അത് സുരക്ഷിതമായ മണ്ഡലമായല്ല CPM കാണുന്നത്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എളമരം കരീമിന്റെ ഭൂരിപക്ഷം കുറഞ്ഞിരുന്നു. പിന്നീട് നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി A വിജയരാഘവന് 2000-ൽ താഴെ മാത്രമായിരുന്നു ബേപ്പൂരിൽ ഭൂരിപക്ഷം. കരീമിന് പകരം മണ്ഡലം നിലനിർത്താൻ ശക്തനായ ഒരു സ്ഥാനാർത്ഥിക്കായുള്ള അന്വേഷണമാണ് VKC മുഹമ്മദ് കോയയിൽ എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന വെളിച്ചെണ്ണയിലും പാലിലും വ്യാപകമായി മായം കണ്ടെത്തിയതിനെ തുടർന്ന് 15 കമ്പനികളുടെ വെളിച്ചെണ്ണയും 4 ബ്രാൻഡ് പാലും ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ നിരോധിച്ചു. നേരത്തെ പച്ചക്കറികളിലും പഴവർഗ്ഗങ്ങളിലും മായം കലർത്തുന്നതായി ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. നിരോധനം ലംഘിച്ച് വിൽപ്പന നടത്തിയാൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് വിറ്റഴിക്കുന്ന ബ്രാൻഡഡ് വെളിച്ചെണ്ണകളുടെയും പാലിന്റെയും സാമ്പിളുകൾ ശേഖരിച്ച് വിദഗ്ധ ലാബുകളിൽ നടത്തിയ പരിശോധനയെ തുടർന്നാണ് ആരോഗ്യത്തിന് ഹാനികരമായ പല വസ്തുക്കളും ഇവയിൽ ചേർക്കുന്നതായി കണ്ടെത്തിയത്. ഒരു സ്വകാര്യ ചാനൽ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്കുള്ള മറുപടിയിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഈ നടപടികളെക്കുറിച്ച് വ്യക്തമാക്കിയത്. എടക്കര പത്തിരിപ്പാടത്ത് നിന്ന് ഉത്പാദിപ്പിക്കുന്ന കേര പ്ലസ്, പാലക്കാട് നിന്നും വരുന്ന ഗ്രീൻ കേരള, തിരുപ്പൂരിൽ ഉത്പാദിപ്പിക്കുന്ന കേര സൂപ്പർ, രാമനാട്ടുകര പുതുക്കോട്ടെ കേരം ഡ്രോപ്സ്, മലപ്പുറത്തെ ബ്ലെയ്സ്, പത്തനംതിട്ടയിലെ പുലരി, കൊച്ചിയിലെ കൊക്കോസുതം, ഇരിങ്ങാലക്കുടയിലെ കല്ലടപ്രിയം, കേര നന്മ, തൃശൂരിലെ കൊപ്രനാട് കോക്കനട്ട് നാട്, കോഴിക്കോട്ടെ കേരശ്രീ, വർക്കലയിലെ കേര നന്മ, രാമനാട്ടുകരയിലെ കേരം ഡ്രോപ്സ് എന്നിവയാണ് നിരോധിച്ച വെളിച്ചെണ്ണകൾ. 4 ബ്രാൻഡ് പാലുകളും നിരോധിച്ചിട്ടുണ്ട്. ഹെറിറ്റേജ് പത്മനാഭ, ജിഷ്മ മിൽക്ക്, മെയ്മ, ലയ മിൽക്ക് എന്നിവയാണ് നിരോധിച്ച പാൽ ബ്രാൻഡുകൾ. രാജ്യത്ത് വിൽക്കപ്പെടുന്ന പാലിൽ 68% മായം ചേർത്തതും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നിർദ്ദേശങ്ങൾ പാലിക്കാത്തതുമാണെന്ന് കേന്ദ്രം. ശാസ്ത്ര സാങ്കേതിക മന്ത്രി ഹർഷവർദ്ധനാണ് ലോക്സഭയിൽ ഇക്കാര്യം അറിയിച്ചത്. മനുഷ്യ ശരീരത്തിൽ അത്യന്തം അപകടകരമായ സോപ്പ്, കാസ്റ്റിക് സോഡ, ഗ്ലൂക്കോസ്, വൈറ്റ് പെയിന്റ് തുടങ്ങിയവ ചേർത്ത മായമുള്ള പാലാണ് രാജ്യത്ത് ഏറെയും വിൽക്കപ്പെടുന്നത്. പാലിൽ മാരക രാസവസ്തുക്കൾ ചേർക്കുന്നുണ്ടെന്ന് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ 40 സെക്കൻഡ് കൊണ്ട് പാലിലെ മായം തിരിച്ചറിയാൻ പറ്റുന്ന അത്യാധുനിക ഉപകരണം രാജ്യത്ത് വികസിപ്പിച്ചെടുത്തതായി മന്ത്രി ചോദ്യോത്തരവേളയിൽ അറിയിച്ചു.
സ്കാനറുകൾക്ക് ഇപ്പോൾ കൂടിയ വിലയാണെങ്കിലും ഓരോ പരിശോധനയ്ക്കും 10 പൈസ മാത്രമേ ചെലവ് വരികയുള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. പാലിലെ മായം കണ്ടെത്താൻ നേരത്തെ വ്യത്യസ്തമായ പരിശോധനകൾ ആവശ്യമായിരുന്നു. ഓരോ മായവും പരിശോധിക്കാൻ വ്യത്യസ്തമായ കെമിക്കലുകളും ഉപയോഗിക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ കണ്ടുപിടിച്ച സ്കാനർ കൊണ്ട് പാലിലെ എല്ലാ മായവും കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടെ കേന്ദ്രമന്ത്രിമാരുടെ വിദേശ സന്ദർശനങ്ങൾക്കായി 1500 കോടി രൂപ ചെലവഴിച്ചുവെന്ന് കേന്ദ്ര സർക്കാർ. ലോക്സഭയിൽ കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് എഴുതി നൽകിയ മറുപടിയിലാണ് ഇക്കാര്യമുള്ളത്. 2014-15 വർഷത്തിൽ 509 കോടി 91 ലക്ഷം, 2013-14 വർഷത്തിൽ 434 കോടി 94 ലക്ഷം, 2012-13 വർഷത്തിൽ 593 കോടി 9 ലക്ഷം എന്നിങ്ങനെയാണ് ചെലവഴിച്ച തുക. പേഴ്സണൽ വകുപ്പാണ് ഏറ്റവും കൂടുതൽ തുക ചെലവഴിച്ചത്. 2014-15 കാലഘട്ടത്തിൽ മാത്രം പേഴ്സണൽ വകുപ്പ് ചെലവഴിച്ചത് 351 കോടി 65 ലക്ഷം രൂപയാണ്. 2013-14 289 കോടി 92 ലക്ഷവും 2012-13 453 കോടി 95 ലക്ഷവും മന്ത്രിമാരുടെ വിദേശ സന്ദർശനങ്ങൾക്കായി ചെലവഴിച്ചു. ആഭ്യന്തര മന്ത്രാലയം 30 കോടി 24 ലക്ഷം രൂപയാണ് 2014-15 കാലഘട്ടത്തിൽ ചെലവഴിച്ചത്. വ്യവസായം, ടൂറിസം മന്ത്രാലയങ്ങൾ 2014-15 കാലഘട്ടത്തിൽ യഥാക്രമം 6 കോടി 95 ലക്ഷം, 9 കോടി 45 ലക്ഷം രൂപയുമാണ് വിദേശയാത്രകൾക്കായി ചെലവഴിച്ചത്. ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കില്ലെന്ന AIMIM നേതാവ് അസദുദ്ദീൻ ഒവൈസി രാജ്യദ്രോഹിയെന്ന് BJP നേതാവ്. അദ്ദേഹത്തിന്റെ നാവരിയുന്നവർക്ക് 1 കോടി രൂപ നൽകുമെന്നും പ്രഖ്യാപിച്ച് ഉത്തർപ്രദേശിലെ BJP നേതാവ് ശ്യാം പ്രകാശ് ദ്വിവേദിയാണ് രംഗത്തെത്തിയത്. രാജ്യദ്രോഹിയായ ഉവൈസിക്ക് ഇന്ത്യയിൽ താമസിക്കാൻ അവകാശമില്ലെന്നും ശ്യാം പ്രകാശ് പറഞ്ഞു. ഉവൈസി രാജ്യദ്രോഹിയാണെന്നും ഭാരത് മാതയെ അവഹേളിച്ച ഉവൈസിക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ഡൽഹിയിലെ അശോക് റോഡിലുള്ള അദ്ദേഹത്തിന്റെ ഓഫീസിന് മുന്നിൽ പോസ്റ്ററുകളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. യുവതലമുറയിൽ രാജ്യസ്നേഹം വളർത്തുന്നതിനായി RSS നേതാവ് മോഹൻ ഭഗവതാണ് ഭാരത് മാതാ കി ജയ് എന്ന് വിളിപ്പിക്കണമെന്ന് അഭിപ്രായപ്പെട്ടത്. എന്നാൽ തന്റെ കഴുത്തിൽ കത്തിവെച്ചാലും അങ്ങനെ വിളിക്കില്ലെന്നാണ് ഉവൈസി പ്രതികരിച്ചത്. അതിനിടെ ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കാൻ വിസമ്മതിക്കുന്നവരുടെ പൌരത്വവും വോട്ടവകാശവും പിൻവലിക്കണമെന്ന് ശിവസേന മുഖപത്രമായ സാമ്നയിലൂടെ അവകാശപ്പെട്ടു. ദേശീയ പതാകയെ അപമാനിച്ച ഹാർദിക് പട്ടേൽ ഇപ്പോൾ ജയിലിലാണ്. ഭാരതമാതാവിനെ അപമാനിച്ച ഒവൈസിയും രാജ്യദ്രോഹമല്ലേ ചെയ്തതെന്നും പത്രം ചോദിക്കുന്നു. ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ 2 വിമാനങ്ങളിലെ യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഭുവനേശ്വറിലേക്കുള്ള എയർ ഇന്ത്യ വിമാനവും കാഠ്മണ്ഡുവിലേക്കുള്ള നേപ്പാൾ എയർലൈൻസ് വിമാനവുമാണ് ബോംബ് ഭീഷണിയെ തുടർന്ന് തിരിച്ചിറക്കിയത്. യാത്രക്കാരെ പുറത്തിറക്കി 2 വിമാനങ്ങളും സുരക്ഷാ വിഭാഗം പരിശോധിച്ചു. കഴിഞ്ഞ ദിവസം ബാങ്കോക്കിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനവും ബോംബ് ഭീഷണിയെ തുടർന്ന് തിരിച്ചിറക്കിയിരുന്നു. സമീപകാലത്ത് ഡൽഹി വിമാനത്താവളത്തിൽ ഫോൺ ഭീഷണി സന്ദേശങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ പ്രതിഷേധ മാർച്ചിനിടെ കുതിരയുടെ കാൽ തല്ലിയൊടിച്ച BJP പ്രവർത്തകൻ അറസ്റ്റിൽ. പ്രദീപ് ബോറ എന്ന BJP പ്രവർത്തകനെയാണ് ഡെറാഡൂൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. കുതിരയെ ആക്രമിച്ചതിന് BJP MLA ഗണേഷ് ജോഷിക്കെതിരെയും കേസെടുത്തിരുന്നെങ്കിലും ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ഡെറാഡൂൺ പോലീസ് സൂപ്രണ്ട് സദാനന്ദ് ദത്തെ പറഞ്ഞു. കുതിരയുടെ ആരോഗ്യനില ദിവസം തോറും മോശമായി വരികയാണെന്നും പോലീസ് മേധാവി പറഞ്ഞു. കാലിൽ ശസ്ത്രക്രിയ നടത്തിയെങ്കിലും ഇതുവരെ കുതിരയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. കുതിരയ്ക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുമെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ഹരീഷ് റാവത്ത് പറഞ്ഞു. അതിനിടെ കേസിൽ ആരോപണ വിധേയനായ BJP MLA ഗണേഷ് ജോഷി കുതിരയെ സന്ദർശിച്ചു. കുതിരയെ രാജ്യതലസ്ഥാനത്ത് അയച്ച് മികച്ച ചികിത്സ നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. മാർച്ച് 14 മുഖ്യമന്ത്രി ഹരീഷ് റാവത്തിനെതിരെ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് ഉത്തരാഖണ്ഡ് കുതിര പോലീസിലെ ശക്തിമാൻ എന്ന കുതിരയുടെ ഇടത് പിൻകാൽ BJP പ്രവർത്തകർ അടിച്ചു ഒടിച്ചത്. മസൂറയിൽ നിന്നുള്ള BJP MLA ആയ ഗണേഷ് ജോഷിയുടെ നേതൃത്വത്തിലാണ് പ്രകടനം നടന്നത്. നിയമസഭാ മന്ദിരത്തിന് സമീപത്തുവച്ചാണ് കുതിരയെ പ്രതിഷേധക്കാർ ആക്രമിച്ചത്. മനുഷ്യക്കടത്ത് തടയാൻ ഇന്ത്യയും ബഹ്റൈനും കൈകോർക്കുന്നു. വിശദവിവരങ്ങൾ ബഹ്റൈനിൽ നിന്നും കരീം ഏലംകുളം നൽകുന്നു. മനുഷ്യക്കടത്ത് തടയാൻ ഇന്ത്യയും ബഹ്റൈനും കൈകോർക്കുന്നു. ഇതിനായുള്ള സംയുക്ത ടാസ്ക് ഫോഴ്സിന് ഉടൻ രൂപം നൽകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. ഏപ്രിൽ ആദ്യവാരം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ബഹ്റൈൻ സന്ദർശിക്കുന്നുണ്ട്. ഈ വേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെക്കുമെന്ന് കരുതുന്നു. ഇതിന്റെ ഭാഗമാണ് സംയുക്ത ടാസ്ക് ഫോഴ്സ് രൂപവൽക്കരണം. സ്ത്രീകളും കുട്ടികളും ഇരയാകുന്ന മനുഷ്യക്കടത്ത് പൂർണ്ണമായി അവസാനിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന നീക്കത്തിന് കഴിഞ്ഞ ദിവസം ഇന്ത്യയിൽ മന്ത്രിസഭ അംഗീകാരം നൽകി.
ഇരകളുടെ മോചനം, സ്വദേശത്തേക്ക് തിരിച്ചയക്കൽ, സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനുള്ള സഹായമൊരുക്കൽ തുടങ്ങിയ കാര്യങ്ങളിലേക്കും ധാരണാപത്രം ശ്രദ്ധയൂന്നും. മനുഷ്യക്കടത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെയും ഇരു രാജ്യങ്ങളിലുമുള്ള കുറ്റകൃത്യങ്ങളെയും അന്വേഷണം നടത്തി കണ്ടെത്താനും കാലതാമസമില്ലാതെ വിചാരണ ചെയ്യാനും നീക്കമുണ്ടാകും. സംയുക്ത ടാസ്ക് ഫോഴ്സിന് പുറമെ ഇരു രാജ്യങ്ങളിലും വെവ്വേറെ മനുഷ്യക്കടത്ത് വിരുദ്ധ സെൽ രൂപവൽക്കരണം, ടാസ്ക് ഫോഴ്സ് എന്നിവയും രൂപവൽക്കരിച്ചേക്കും. മനുഷ്യക്കടത്ത് ആവർത്തിക്കാതിരിക്കാൻ എല്ലാ നടപടിയും സ്വീകരിക്കും. ഇരകളുടെ അവകാശം ഉറപ്പാക്കും. മനുഷ്യക്കടത്ത് തടയാനായി പോലീസും മറ്റു വകുപ്പുകളും തമ്മിൽ വിവര കൈമാറ്റം നടത്തും. ഇരകളായവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്താനുള്ള സംവിധാനമൊരുക്കും. ഇവർക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാനുള്ള സാഹചര്യങ്ങൾ അതാത് സർക്കാരുകൾ ഒരുക്കും. പോയ വർഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ മനുഷ്യക്കടത്ത് വിരുദ്ധ ഉടമ്പടിയുണ്ടാക്കിയിരുന്നു. KMIC ന്യൂസിനു വേണ്ടി കരീമേലംകുളം. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. ഇസ്ലാമിക പ്രസാധന രംഗത്ത് മികച്ച കുതിപ്പുകൾ നടത്തുകയാണ് SSF പ്രസാധക വിഭാഗം IPB. അശ്ലീലത പുരണ്ട അക്ഷരങ്ങൾ തുന്നിക്കെട്ടി മാർക്കറ്റ് പിടിക്കുന്ന പുസ്തകാലയങ്ങൾക്ക് മധ്യേ നേരിന്റെ അധ്യായങ്ങൾ സമർപ്പിക്കുകയാണ് IPB. ചുരുങ്ങിയ കാലം കൊണ്ട് 100-ലേറെ പുസ്തകങ്ങൾ ഇതിനു കീഴിൽ പുറത്തിറങ്ങി. നന്മയെ സ്നേഹിക്കുന്ന ഒട്ടേറെ വായനക്കാർ ഇന്ന് IPBയെ പ്രതീക്ഷിക്കുന്നു. അക്ഷരങ്ങൾ അഗ്നിയാക്കും ചുളികയാണി വായന, നിർഭയം പൊളിച്ചെഴുതാം നീതിയറ്റ ചേതന, സർഗചിന്ത ധന്യമാക്കും സ്നേഹരാഗശാരികൾ, ധർമ്മസാക്ഷികൾക്കു കർമ്മബോധവേഗം തൂലിക. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മലയാളത്തിന്റെ സാംസ്കാരിക ജാഗ്രത എന്ന ശീർഷകത്തിൽ ഏപ്രിൽ മാസം നടക്കുന്ന റിസാല ക്യാമ്പയിന്റെ മലപ്പുറം ജില്ലാ പ്രഖ്യാപനം നാളെ ഉച്ചയ്ക്ക് 2:30 കുണ്ടൂർ ഉസ്താദ് മഖാമിൽ നടക്കും. മലയാളത്തിന്റെ വായനാ സംസ്കാരത്തിൽ സവിശേഷമായ ഇടം അടയാളപ്പെടുത്തി ഇസ്ലാമിക ദർശനത്തിന്റെ സൌന്ദര്യവും അനുഭൂതിയും അനുവാചകരിലെത്തിക്കാൻ റിസാലക്കായിട്ടുണ്ട്. യൂണിറ്റ്, സെക്ടർ, ഡിവിഷൻ, ജില്ലാ ഘടകങ്ങൾ ഒരുമിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. റിസാല വാരികയായി പ്രകാശനം ചെയ്ത കുണ്ടൂർ ഉസ്താദിന്റെ സവിധത്തിൽ ഒത്തുകൂടിയാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. ജില്ലാ പ്രവർത്തക സമിതി അംഗങ്ങൾ, ഡിവിഷൻ ഭാരവാഹികൾ, സെക്ടർ പ്രസിഡന്റ്, സെക്രട്ടറി, SO തുടങ്ങിയവരാണ് സംഗമത്തിലെ പ്രതിനിധികൾ. ക്യാമ്പയിൻ പ്രചാരണാർത്ഥം ഡിവിഷൻ, സെക്ടർ ഘടകങ്ങളിൽ ചുമരെഴുത്ത് നടന്നുവരുന്നുണ്ട്. ആകർഷകമായ പ്രചാരണ രീതികളും ക്യാമ്പയിൻ പദ്ധതികളും സംഗമത്തിൽ ആവിഷ്കരിക്കുന്നുണ്ട്. റിസാല ചീഫ് എഡിറ്റർ മാളിയേക്കൽ സുലൈമാൻ സഖാഫി സംഗമം ഉദ്ഘാടനം ചെയ്യും. റിസാല മാനേജിംഗ് ഡയറക്ടർ S. ഷറഫുദ്ദീൻ, ഇസ്ലാമിക് പബ്ലിഷിംഗ് ബ്യൂറോ ഡയറക്ടർ M. മുഹമ്മദ് സ്വാദിഖ്, SSF സംസ്ഥാന ജനറൽ സെക്രട്ടറി M. അബ്ദുൽ മജീദ്, ഷിഹാബുദ്ദീൻ സഖാഫി പെരുമുക്ക് തുടങ്ങിയവർ സംബന്ധിക്കും. യുവത്വം നാടിന്റെ കരുത്ത് എന്ന സന്ദേശത്തിൽ SYS സംസ്ഥാന സാരഥികളുടെ ധർമ്മസഞ്ചാരം ഈ മാസം 24-ന് മഞ്ചേശ്വരത്ത് നിന്ന് പ്രയാണം തുടങ്ങും. കാസർഗോഡ് ജില്ലയിൽ 12 സോൺ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങളൊരുക്കാൻ പ്രസിഡന്റ് സയ്യിദ് PS ആറ്റക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ SYS ക്യാബിനറ്റ് യോഗം തീരുമാനിച്ചു. 24-ന് രാവിലെ 9-ന് സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയുടെ മഖ്ബറ സിയാറത്തിനു ശേഷം മൽഹറിലാണ് ഉദ്ഘാടന സമ്മേളനം. SYS സംസ്ഥാന പ്രസിഡന്റ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അധ്യക്ഷതയിൽ സമസ്ത കേന്ദ്ര ഉപാധ്യക്ഷൻ M. ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ ഉദ്ഘാടനം ചെയ്യും. മജീദ് കക്കാട്, CP സൈദലവി മാസ്റ്റർ ചെങ്ങര, സയ്യിദ് ത്വാഹ തങ്ങൾ, ലത്തീഫ് സാദി, ജബ്ബാർ സഖാഫി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, ഡോക്ടർ മുഹമ്മദ് കുഞ്ഞി സഖാഫി കൊല്ലം, മുഹമ്മദ് പറവൂർ, സുലൈമാൻ സഖാഫി മാളിയേക്കൽ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി, S. ഷറഫുദ്ദീൻ, മുഹമ്മദ് സ്വാദിഖ് വെളിമുക്ക്, റഹ്മത്തുള്ള സഖാഫി അണമരം തുടങ്ങിയവർ പര്യടന സംഘത്തിലുണ്ടാകും. ജില്ലാ സാരഥികൾ യാത്രയെ അനുഗമിക്കും.
ജില്ലയിൽ 24-ന് 10 കേന്ദ്രങ്ങളിൽ പരിപാടി നടക്കും. ഉദ്ഘാടന ശേഷം ഉച്ചയ്ക്ക് 2 മണിക്ക് ഉപ്പള, കുമ്പള, ബദിയടുക്ക, ഉദുമ, ഹൊസ്ദുർഗ് സോൺ പരിപാടികൾ നടക്കും. വൈകിട്ട് 5-ന് കാസർകോട്, മുള്ളേരിയ, ബേഡകം, പരപ്പ എന്നീ സോൺ കേന്ദ്രങ്ങളിൽ പരിപാടികൾ നടക്കും. 25-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെറുവത്തൂരിലും വൈകിട്ട് 4-ന് തൃക്കരിപ്പൂരിലും പരിപാടി നടക്കും. ധർമ്മസഞ്ചാരണ പ്രചാരണാർത്ഥം ഈ മാസം 21-നകം ജില്ലാ സാരഥികളുടെ സർക്കിൾ പര്യടനം സംഘടിപ്പിക്കും. ഇതു സംബന്ധമായി ചേർന്ന യോഗം പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉദ്ഘാടനം ചെയ്തു. പാത്തൂർ മുഹമ്മദ് സഖാഫി, കന്തൽ സൂപ്പി മദനി, അബ്ദുൽ ഖാദർ സഖാഫി മൊഗ്രാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഏപ്രിൽ 1-ന് SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ധർമ്മജാഗരണ യാത്രയുടെ സമാപന സമ്മേളനത്തിന് സംഘാടക സമിതി രൂപവൽക്കരിച്ചു. ഫറൂഖ് കാദിസിയിൽ നടന്ന സംഘാടക സമിതി രൂപവൽക്കരണ കൺവെൻഷൻ പ്രൊഫസർ AK അബ്ദുൽ ഹമീദിന്റെ അധ്യക്ഷതയിൽ സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. SSF കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അബ്ദുസമദ് സഖാഫി മായനാട് വിഷയാവതരണം നടത്തി. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, AK അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കോടമ്പുഴ ബാബ മുസ്ലിയാർ, സയ്യിദ് മുഹമ്മദ് തുറാബ് തങ്ങൾ, ബിച്ചിക്കോയക്കുട്ടി ഹാജി, ഗസാലി ഹാജി, അബ്ദുറഹ്മാൻ ഹാജി തുടങ്ങിയവർ ഭാരവാഹികളായി സ്റ്റിയറിംഗ് കമ്മിറ്റി നിലവിൽ വന്നു. AP അബ്ദുൽ കരീം ഹാജി ചാലിയം ചെയർമാനും പ്രൊഫസർ AK അബ്ദുൽ ഹമീദ് കൺവീനറും അബൂബക്കർ ഹാജി ട്രഷററായും സ്വാഗത സംഘവും നിലവിൽ വന്നു. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. SSF സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ധർമ്മജാഗരണ യാത്രയുടെ സമാപന സമ്മേളനത്തിന് സംഘാടക സമിതിയായി. 3 വർഷത്തിനിടെ വിദേശ സന്ദർശനങ്ങൾക്കായി കേന്ദ്രമന്ത്രിമാർ ചിലവഴിച്ചത് 1500 കോടി രൂപ. അസദുദ്ദീൻ ഒവൈസി രാജ്യദ്രോഹി, നാവരിയുന്നവർക്ക് 1 കോടിയെന്ന് BJP നേതാവ്. സംസ്ഥാനത്ത് വിറ്റഴിക്കുന്ന വെളിച്ചെണ്ണയിലും പാലിലും മായം, വിവിധ ബ്രാൻഡുകൾ നിരോധിച്ചു. രാജ്യത്ത് വിൽക്കപ്പെടുന്ന പാലിൽ 68% മായം ചേർത്തതെന്ന് കേന്ദ്രം. യുവത്വം നാടിന്റെ കരുത്ത് എന്ന സന്ദേശത്തിൽ SYS സംസ്ഥാന സാരഥികളുടെ ധർമ്മസഞ്ചാരം ഈ മാസം 24-ന് തുടങ്ങും. ഉത്തരാഖണ്ഡിൽ പ്രതിഷേധ മാർച്ചിനിടെ കുതിരയുടെ കാൽ തല്ലിയൊടിച്ച BJP പ്രവർത്തകൻ അറസ്റ്റിൽ. മനുഷ്യക്കടത്ത് തടയാൻ ഇന്ത്യയും ബഹ്റൈനും കൈകോർക്കുന്നു. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ബഹ്റൈൻ സന്ദർശിക്കും. മലയാളത്തിന്റെ സാംസ്കാരിക ജാഗ്രത എന്ന ശീർഷകത്തിൽ ഏപ്രിൽ മാസം നടക്കുന്ന റിസാല ക്യാമ്പയിൻ പ്രഖ്യാപനം നാളെ കുണ്ടൂരിൽ. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.